നമസ്കാരം, ഏവർക്കും ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒറ്റക്കൊമ്പൻ ദൃശ്യം 3 ലോക സീരീസിലെ മൂത്തോൻ എന്നീ സിനിമകളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി എന്നീ 3 നടന്മാരെ കുറിച്ചും നമ്മൾ ഇതിൽ പരിശോധിക്കുന്നുണ്ട്. ഇവരിൽ ആർക്കാണ് ബോക്സ് ഓഫീസ് പവർ കൂടുതൽ? എന്തായാലും വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചെറിയ റിക്വസ്റ്റ് പ്രിയപ്പെട്ടവരെ നിങ്ങളോടുള്ളത്, ചാനൽ കുറച്ച് പേര് കാണുന്നുണ്ട് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരാണ് 97% എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം എന്നെപ്പോലെ ഒരു താരതമ്യേന സാധാരണക്കാരനായ ഒരാൾക്ക് വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ കൂടിയേ തീരൂ. അതുകൊണ്ട് ദയവായി എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഒരു നടൻ കരിയറിന്റെ ഏറ്റവും ഡൗണിൽ നിൽക്കുന്ന സമയത്ത് നല്ലൊരു സിനിമയുമായി തിരിച്ചു വരുന്നതാണ് സിനിമയെ സംബന്ധിച്ച് രണ്ടാം ജന്മം എന്ന് പറയുന്നത്. അത് നടൻ എന്ന നിലയിലാണെങ്കിലും ബോക്സ് ഓഫീസിന്റെ പവറിന്റെ കാര്യത്തിലാണെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി ഈ 4 നടന്മാരുടെ കരിയറിലെ വഴിത്തിരിവായിരിക്കും ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 4 സിനിമകളുടെ വിജയപരാജയങ്ങൾ. ഇതോടുകൂടി അവർക്ക് ബോക്സ് ഓഫീസിലെ പൊട്ടൻഷ്യൽ എന്താണെന്നും ഇനി എത്ര കാലം ഫീൽഡിൽ നിലനിൽക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം നമുക്ക് ലോക സീരീസിലെ പാർട്ട് 3 മൂത്തോൻ എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കാം. ഒരു മമ്മൂട്ടി ഫാൻസ് ആയ ആള് എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയുണ്ട്, ബിലാൽ 2 എന്ന സിനിമ. മമ്മൂട്ടിയുടെ വലിയ തിരിച്ചുവരവ് ആ സിനിമയിലൂടെ ഉണ്ടാകുമെന്നാണ് മിക്ക മമ്മൂട്ടി ഫാൻസും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന വലിയ വിജയത്തിന് ശേഷം ലോക സീരീസിലെ മമ്മൂട്ടിയുടെ മൂത്തോൻ എന്ന സിനിമക്കാണ് മിക്ക ഫാൻസും കാത്തിരിക്കുന്നത്. ഒരു പരിധിവരെ ഇനിയിപ്പം ബിലാൽ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മൂത്തോൻ നല്ല പോലെ വന്നാൽ മതി എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഫാൻസുകാരുണ്ടായിരിക്കാം. എന്തായാലും മൂത്തോൻ വന്ന് വലിയ വിജയമാവട്ടെ. മമ്മൂട്ടിക്ക് ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എനിക്ക് മമ്മൂട്ടിയുടെ PR ടീമിനോടാണ് ചെറിയ റിക്വസ്റ്റ് ഉള്ളത്. അവസാനത്തെ 20 മിനിറ്റ് അതാണ്, അവസാനത്തെ 20 മിനിറ്റ് ഇതാണ് എന്നുള്ള പ്രൊമോഷൻ ദയവായി നിർത്തുക. അവസാനത്തെ 20 മിനിറ്റ് ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 2 മണിക്കൂറും 10 മിനിറ്റും ആളുകൾ കിടന്നുറങ്ങണം എന്ന് നിങ്ങൾ തന്നെ പറയാതെ പറയുകയാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. ഏതായാലും മൂത്തോൻ എന്ന സിനിമ വലിയ വിജയമാവട്ടെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. 2013 മോഹൻലാലിന്റെ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം മോഹൻലാലിന് വലിയൊരു കംബാക്ക് കൊടുത്ത ചിത്രമായിരുന്നു ദൃശ്യം 2 OTT-യിലാണെങ്കിലും വലിയ വിജയമായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്നത് ദൃശ്യം 3 ആണ്. മലയാളത്തിലെ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷന്റെ തലവര മാറ്റിയ ദൃശ്യം സീരീസിലെ 3ാം ഭാഗത്തിന് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. വമ്പൻ ബിസിനസ് നടക്കാൻ പോകുന്ന ദൃശ്യം 3 എന്ന സിനിമയുടെ പുതിയ ഭാഗത്തിൽ എന്താണ് ജോർജ് കുട്ടി ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആശങ്ക. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. പക്ഷേ വ്യക്തിപരമായി പറഞ്ഞാൽ ദൃശ്യം 3 എന്ന സിനിമയിൽ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരാളാണ് ഞാൻ. എത്തരത്തിലാണ് ആ കഥ ഇനി വികസിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മളെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറം വലിയ വിജയമാവട്ടെ ദൃശ്യം 3 എന്നുള്ളത് എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ദിലീപിന്റെ കരിയറിലെ നിർണായകമായ സിനിമ, മസ്റ്റ് വിൻ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സിനിമ, വമ്പൻ ഹൈപ്പിൽ വരുന്ന ഈ എന്റർടൈൻമെന്റ് ചിത്രം ഒരു റൺവേ രാമലീല ലെവൽ വിജയമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ ഗസ്റ്റ് റോള് കൂടിയുണ്ട് എന്നറിയുമ്പോൾ ഇതിന്റെ പ്രതീക്ഷ ഒരു സാധാരണ മലയാള സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് എനിക്ക് വർദ്ധിച്ചു വരികയാണ്. ഏതായാലും മീശമാധവൻ പോലെ ദിലീപിന് വലിയൊരു റീ എൻട്രി ഈ ചിത്രത്തിലൂടെ സംഭവിക്കട്ടെ എന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നു. ദിലീപിന്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാകട്ടെ ഈ ചിത്രമെന്ന് ആഗ്രഹിക്കുന്നു. എങ്കിൽ പോലും എന്താവും ചിത്രത്തിന്റെ ഭാവി എന്നത് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണിത്. പ്രിയപ്പെട്ട ദിലീപേട്ടനോട് ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, ഇതിന്റെ പ്രൊമോഷൻ വേളകളിൽ എല്ലായിടത്തും പോയി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മക്കളെ എന്നും പറഞ്ഞ് കരയുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ നിർത്തണമെന്ന് ദയവായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇത്തരം പരിപാടികൾ നല്ല ബോറാണ്.
നിങ്ങളുടെ മുൻകാലിക അടുത്തിറങ്ങിയ ചിത്രങ്ങളിലൊക്കെ നിങ്ങൾ ഇത്തരം സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നല്ല ബോറായിട്ടാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് സിനിമയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി ദയവായി അങ്ങ് മുന്നോട്ട് വരണമെന്ന് വളരെ വിനീതമായി അങ്ങയോട് അപേക്ഷിക്കുകയാണ്. എന്തായാലും ബബ്ബബ്ബ വലിയൊരു വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വലിയൊരു വിജയമാകുമെന്നാണ് വ്യക്തിപരമായിട്ടും വിശ്വസിക്കുന്നത്. ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപി എന്ന നടന്റെ സിനിമാ കരിയറിലെ വലിയ പ്രതീക്ഷയുള്ള സിനിമ, വളരെ നിർണായകമായ ഒരു സിനിമ. 23 വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപിയുടെ ഒരു പക്ക മാസ് അച്ചായൻ കഥാപാത്രം. ഒരു പക്ഷേ ഈ സിനിമയുടെ വിജയ പരാജയങ്ങളാവും സുരേഷ് ഗോപി തുടർന്നും ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണോ രാഷ്ട്രീയ മേഖലയിൽ തുടരണമോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ബബ്ബബ്ബയുടെ നിർമ്മാതാവ് കൂടിയായ ഗോകുലം ഗോപാലനാണ് ടോമിച്ചൻ മുളകുപാടമാണ് ഒറ്റക്കൊമ്പൻ നിർമ്മിക്കുന്നത്. ഈ സിനിമയിലെ വില്ലനും നായികയും തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ചിത്രങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏതായാലും ലോക എന്ന വലിയ ഹിറ്റ് ചിത്രത്തിന് ശേഷം മലയാളത്തിന്റെ മൊത്തം ഇക്വേഷൻ മാറിയിരിക്കുന്നു. തട്ടിക്കൂട്ട് പടങ്ങളിലൂടെ പണം വാരാമെന്ന ധാരണയെല്ലാം മാറ്റിപ്പൊളിച്ച് ചെയ്തിരിക്കുകയാണ് ലോക. അതിന്റെ പ്രധാന കാരണം മലയാളി പ്രേക്ഷകർ വെറും മലയാളി പ്രേക്ഷകരല്ലെന്നും അവർ ഇന്റർനാഷണൽ പ്രേക്ഷകർ കൂടിയാണെന്നുള്ള വ്യക്തമായ ബോധം സിനിമാക്കാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു വുമൺ ഓറിയന്റഡ് സൂപ്പർ ഹീറോ ചിത്രങ്ങളൊക്കെ ഇവിടെ ഇത്ര വലിയ വിജയം നേടുന്നത്. അത് മലയാളി പ്രേക്ഷകർ ഇന്റർനാഷണൽ പ്രേക്ഷകർ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും തട്ടിക്കുട്ടികൾ വളിപ്പ് കോമഡികളൊക്കെ ചെയ്ത് അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് ഒരു സിനിമാക്കാരും ഇനി വിചാരിക്കണ്ട. നല്ല ക്വാളിറ്റി കണ്ടന്റ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അതുകൊണ്ട് ഏതായാലും വരാൻ പോകുന്ന 4 സൂപ്പർ സ്റ്റാറുകളുടെയും 4 സിനിമകൾ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഏതായാലും 4 സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതുവരെ ചാനൽ സബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഇപ്പോൾ തന്നെ സബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സബ്ബാണ് സാധാരണക്കാരനായ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഏറ്റവും അടുത്ത സമയത്ത് നമ്മൾ വരുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം.